കൂട്ടുകാർക്കും അലിറ്റിയം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ ലംബോർഗിനിയും കാര്യങ്ങളൊക്കെ നമ്മളെ പോലീസ് പൊക്കിക്കൊണ്ട് പോയി ഗൈസ്. അപ്പോൾ അതെന്തായാലും നമ്മൾ പെറ്റി അടയ്ക്കാതെ തന്നെ നമ്മളിന്ന് അടിച്ചു മാറ്റുന്ന പരിപാടിയാണ് ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും നേരെ അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും ജിമ്മിലൊക്കെ വർക്ക് ചെയ്ത് സെറ്റായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നേരെ പോയിട്ട് നമ്മളെ ഉടുപ്പൊക്കെ മാറി സെറ്റാകാം. നമ്മൾ ക്ഷീണിച്ചൊരു പഴുവായി. നമ്മളെ വീട്ടിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കിയായിരുന്നു ഗൈസ്. ഒരു റെഡ് കളറൊക്കെ ആക്കി നമുക്ക് എന്തായാലും വെള്ളമൊക്കെ കുടിച്ച് സീനായി ഉടുപ്പൊക്കെ ഇട്ടിട്ട് കാണാം ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടുന്ന് ആ ഡ്രസ്സ് മാറുന്നില്ല, ഒന്ന് സെറ്റാക്കിയിട്ട് കാണാം ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ എന്തായാലും നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തു. ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ വീടിൻ്റെ വ്യൂ. നമ്മളെന്തായാലും നമ്മളെ വണ്ടി എടുത്തിട്ട് നമുക്ക് അങ്ങ് പോലീസ് സ്റ്റേഷനിലോട്ടൊന്ന് പോയി നോക്കാം ഗൈസ്. അപ്പോൾ അവിടെ എവിടെയാണ് നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നതെന്നൊക്കെ നോക്കാം. എന്നിട്ട് നമുക്ക് വീട്ടിൽ വന്നിട്ട് പ്ലാനും കാര്യങ്ങളൊക്കെ ഇടാം ഗൈസ്. അപ്പോൾ നേരെ നമുക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് പോകാം. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ് ചെയ്തിട്ട് സബും കൂടി ചെയ്തേക്കണം ഗൈസ്. അപ്പോൾ ഈ വീഡിയോയുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് വെച്ചാൽ 100 ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ എന്തായാലും പോലീസ് സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളതുകൊണ്ട് ഈ റൈറ്റ് സൈഡിലായിട്ട് നമ്മളെ വണ്ടി കിടപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അടിച്ചു മാറ്റാം. പക്ഷേ ഇപ്പോൾ അടിച്ചു മാറ്റാൻ പറ്റത്തില്ല, കുറേ പോലീസ് വണ്ടികളൊക്കെ കിടപ്പുണ്ട് ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെന്തായാലും നമ്മളെ വണ്ടി കണ്ട സ്ഥിതിക്ക് നമ്മളെ വീട്ടിലോട്ട് പോയി കേസ്. എന്നിട്ട് വീട്ടിലോട്ട് പോയതിന് ശേഷം നമുക്കൊരു പ്ലാൻ ഇടാം. എന്താണ്ട് വണ്ടി ഇതാ ഇവിടെ കിടക്കുന്നു, എത്രയോ വണ്ടി, 4 പോലീസിൻ്റെ വണ്ടികളുണ്ട് കേസ്. അപ്പോൾ നമുക്കിപ്പം വീട്ടിലോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം കേസ്. ഇപ്പം അടുത്ത് ഇവിടെ അദ്വൈതിൻ്റെ വീടാണ്. നമുക്ക് എന്തായാലും അദ്വൈതിൻ്റെ വീട്ടിലോട്ടൊന്ന് പോകാം കേസ്. അതുകൊണ്ട് നമ്മളെന്തായാലും അദ്വൈതിൻ്റെ വീട്ടിൽ വന്നവരുണ്ട്. നമുക്ക് എന്തായാലും അദ്വൈതിനെ ഒന്ന് വിളിച്ചു നോക്കാം. എടാ അദ്വൈത്, വീട്ടിൽ നിന്ന് ഇറങ്ങിയടാ. എടാ മോനെ, അവൻ ഇവിടെ ഇല്ല, വെളിയിലോട്ട് പോയി. ഓ ശരി ആൻറ്റി, ശരിയെന്നാ ഗൈസ്. ഇപ്പോൾ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇവിടെ ഇല്ലെന്നാണ് ഗൈസ് ഇപ്പോൾ പറയുന്നത്. അവൻ എങ്ങോട്ട് പോയി, പക്ഷെ അവൻ്റെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ വേറെ ഏതോ വണ്ടിയിൽ പോയെന്നാണ് ആൻറ്റി പറയുന്നത്. ശരി ആൻറ്റി, ഞാനെന്തായാലും പോയാണേ ഗൈസ്. ഇപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി എടുത്തിട്ട് നമ്മളെ വീട്ടിലോട്ട് തന്നെ പോകാം. എന്നിട്ടൊരു കാര്യം ആലോചിക്കാം ഗൈസ്. ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഇവൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു കാര്യം നമുക്ക് രണ്ടുപേരും കൂടെ ആലോചിക്കാമെന്ന് കരുതി ഗൈസ്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്തായാലും വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എനിക്കൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇപ്പോൾ രാത്രി പോയി കഴിഞ്ഞാലും അതൊന്നും മാറാൻ പോകുന്നില്ല. പോലീസ് സ്റ്റേഷൻ റോബറി അല്ല. അതുകൊണ്ട് എനിക്കൊരു കാര്യം തോന്നി. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബ്രൈഡൻ്റെ കയ്യിൽ നിന്ന് മിസൈലും തോക്കും കാര്യങ്ങളൊക്കെ ഗൺസും കാര്യങ്ങളൊക്കെ വാങ്ങാണ്. നമുക്ക് എന്തായാലും നമ്മളെ ZX10 എടുത്തിട്ട് നേരെ അവൻ്റെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ അവൻ അവിടെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയാം. എന്തായാലും ഞാൻ ഒന്നും കൽപ്പിച്ച് അങ്ങോട്ടങ്ങ് പോവുകയാണ് ഗൈസ്. എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും അവൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഗൺസും കാര്യങ്ങളൊക്കെ എടുക്കാം. അവനാണെങ്കിൽ ഒരു വലിയ മാഫിയ തന്നെയാണ്. നമുക്ക് എന്തായാലും നേരെ നമ്മൾ അവൻ്റെ വീട്ടിലോട്ട് പോയി ഗൈസ്. അപ്പോൾ അവൻ്റെ വീട്ടിലോട്ട് പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം കാണാം. അപ്പോൾ നമ്മൾ ഗൈസ് നമ്മൾ എന്തായാലും വരുന്ന വഴിക്ക് അവനെ കണ്ടിട്ട് നമുക്ക് കാര്യം ചോദിക്കാൻ പറ്റാ. മറ്റേ സാധനം എടുത്തുതരാം. ഓ അതൊക്കെ ഞാൻ എടുത്തു, നീ പേടിക്കാനൊന്നും വേണ്ട ഗൈസ്. നമ്മൾ എന്തായാലും അവൻ നമുക്ക് സാധനം കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ഇപ്പം എങ്ങനെയാണ് ഇതൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളെന്തായാലും വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. താണ്ട് ഇത്രയും കണ്ണുകളാണ് അവൻ നമുക്ക് തന്നത്. ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ സ്റ്റിക്കി ബോംബ് ഉണ്ട്. അത് നമുക്ക് അവിടെ പോയിട്ട് പ്രയോഗിക്കാം. സ്റ്റിക്കി ബോംബ് ഇട്ടിട്ട് അവരെ വണ്ടികളും കാര്യങ്ങളൊക്കെ അങ്ങ് കത്തിച്ചേക്കുക. എന്നിട്ട് നമുക്ക് നൈസായിട്ട് നമ്മളെ വണ്ടി അങ്ങ് എടുത്തുകൊണ്ട് വരാം. എന്തെങ്കിലും പറ്റുമെന്നൊന്നും അറിയാൻ വയ്യ. പോലീസൊന്നും വരാതിരിക്കുന്ന കൊള്ളാമായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മളെ ZX10 എടുത്തുകൊണ്ട് പോകാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ നേരത്തെ ചെന്ന ഉടുപ്പിൽ ചെന്ന അവർ നമ്മളെ ഒരു ഇതടിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെന്തായാലും വേറെ ഉടുപ്പൊക്കെ ഇട്ടുണ്ട് കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ വണ്ടി എടുത്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകും കേസ്. അപ്പോൾ അവിടെ ചെല്ലുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ എന്ന് കേസ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 100 ലൈക്കുകൾ തരണേ കേസ്, പ്ലീസ് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മളെന്തായാലും നമ്മളെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മളെ വണ്ടി കണക്കത്തൊരു വണ്ടി അവിടെ കിടക്കുന്ന അതൊക്കെ പോട്ടെ. പക്ഷേ നമുക്ക് എന്താണ് പ്ലാൻ എന്ന് വെച്ചാൽ നമ്മളെ വണ്ടി ഇടാണ്ട് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് വെക്കാം. ഇവിടെ ഒന്നും ആരും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു. നമുക്കിവിടെ വണ്ടി വെച്ചിട്ട് അങ്ങോട്ട് പോകണം. പോകാം ഗൈസ്. ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ ഒന്നും ആരെങ്കിലും ഉണ്ടോ? ഓക്കെ ഗൈസ്, ഇപ്പോൾ നൈസായിട്ട് നമുക്ക് പോകാം. ഒന്നുമില്ല സാറേ, ഈ ഒരു വണ്ടി നോക്കിയതാ.
ഓ വണ്ടി കണ്ടല്ലേ, ഇനി ഇവിടുന്ന് സ്ഥലം കാലി കേട്ടോ. ഓ ശരി സാറേ. പിന്നെ ഇതിപ്പോ നമുക്ക് എന്തായാലും നൈസായിട്ട് വണ്ടി അടിച്ച് മാറ്റാം. ഓ സാറിന്റെ ജോലി ചെയ്തോ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ഞാൻ എന്തായാലും പോവുകയാണ് സാറേ. ഓ ശരി എന്നാ. യേശപ്പോൾ നമുക്ക് നൈസായിട്ട് ഇപ്പോൾ പറ്റിയ സമയമാണ് നമ്മളെ വണ്ടി അടിച്ച് മാറ്റാൻ. നമുക്ക് നൈസായിട്ട് വണ്ടി അങ്ങ് അടിച്ച് മാറ്റിയേക്കാം. വല്ല പ്രശ്നം ഗൈസ്, സീന് ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്, സെറ്റ് മണ്ടന്മാരാണ് ഗൈസ്. ഒരു കാര്യം ചെയ്യാം ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ബുദ്ധി പ്രയോഗിക്കാൻ സമയമായി. നമുക്ക് നൈസായിട്ട് വണ്ടി ഇവിടെ നിർത്തിയിട്ട് സ്റ്റിക്കി ബോംബ് എല്ലാ വണ്ടിയിലും അങ്ങ് പിടിച്ചേക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടിയിലെല്ലാം സ്റ്റിക്കി ബോംബ് ഇടാം. സൗണ്ടൊന്നും കേൾക്കാതിരുന്നാൽ മതിയായിരുന്നു. കുഴപ്പമൊന്നുമില്ല, അലേർട്ടൊന്നും ആയിട്ടില്ല ഗൈസ്. നമുക്ക് എല്ലാ വണ്ടികളിലും സ്റ്റിക്കി ബോംബ് ഇട്ടിട്ട് കാണാം ഗൈസ്. നമ്മളിന്ന് ഫൈനൽ നമ്മളെ സ്റ്റിക്കി ബോംബെല്ലാം നമ്മളെ എല്ലാ വണ്ടിയിലും വെച്ചിട്ടുണ്ട്. നൈസായിട്ട് നമുക്ക് പതുക്കെ കുറച്ച് അങ്ങോട്ട് മാറി നിന്നിട്ട് പൊട്ടിക്കാം ഗൈസ്. അപ്പോൾ അങ്ങോട്ട് പോയി മാറി നിൽക്കാൻ ഗൈസ്. ഇതാണ്ട് ഇങ്ങോട്ടാണ് നമ്മൾ നിൽക്കുന്നത്. എന്നിട്ട് നമ്മൾ ആക്റ്റീവ് ആക്കി ഗൈസ്. അപ്പോൾ സീനായിരിക്കും. പോലീസൊന്നും വരാതിരുന്നാൽ കൊള്ളാം ഗൈസ്. നമുക്കെന്തായാലും നൈസായിട്ട് നോക്കാം. നമ്മളെന്തായാലും ആക്റ്റീവ് ആണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. സീന് ഗൈസ് എല്ലാം ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും പൊട്ടിച്ചിട്ടുണ്ട്, സീനായിട്ടുണ്ട് ഗൈസ്. പോലീസൊന്നും വന്നിട്ടില്ല. അലേർട്ടായി. നമുക്ക് നൈസായിട്ട് വണ്ടി കയറാം. പടിയായി ഗൈസ്. 1 സ്റ്റാർ വാണ്ടഡ് ലെവൽ വീണു. നൈസ്. നമ്മളെ ബാക്കിൽ പോലീസ് ഗൈസ്. നമ്മളെന്തായാലും തന്ത്രപരമായി നമ്മളെ ലംബോർഗിനെയൊക്കെ അവിടുന്ന് അടിച്ച് മാറ്റിയിട്ട് കേസ് പോലെ വാണ്ടഡ് ലെവലൊക്കെ പോയിട്ടുണ്ട് കേസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കേസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.